ബിസിനസ്സുകാരന് പ്രതിരോധ ശേഷി വേണോ വേണ്ടേ? തീർച്ചയായിട്ടും ബിസിനസ്സുകാരന് റെസിലിയൻസ് പവർ കൂടണം, പ്രതിരോധ ശേഷി കൂട്ടിക്കൊണ്ടുവരണം. എന്തിനാണെന്നറിയോ? അങ്ങനെ പ്രതിരോധ ശേഷി ഉണ്ടാവണമെങ്കിൽ ആ ബിസിനസ്സുകാരൻ പക്ക എനർജറ്റിക് ആവണം. എനർജറ്റിക് ആയിട്ടുള്ളൊരു ബിസിനസ്സുകാരനാണ് ഫിസിക്കലി അതുപോലെ തന്നെ മെന്റലി, ശാരീരികമായിട്ടും മാനസികമായിട്ടും അവന് സ്ട്രോങ് ആവുള്ളൂ, അവന് പ്രതിരോധ ശേഷി ഉണ്ടാവുള്ളൂ. പല ചലഞ്ചസിനെയും നേരിടാൻ അവന് പറ്റണമെങ്കിൽ ഈ ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്ട്രെങ്ത് കൂട്ടണം, അല്ലെങ്കിൽ ആ പ്രതിരോധ ശേഷി കൂട്ടണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ്സിൽ വരുന്ന പല അസുഖങ്ങളുണ്ട്, ബിസിനസ്സിൽ വരുന്ന ഹാർട്ട് അറ്റാക്ക്, ബിസിനസ്സിൽ വരുന്ന ക്യാൻസർ, ഇങ്ങനെ പല സാധനങ്ങളും ബിസിനസ്സിൽ വരുന്നുണ്ട്. അതാണ് സ്ട്രെസ് കൂടും. പലപ്പോഴും ബിസിനസ്സുകാർക്ക് സ്ട്രെസ് ഉണ്ടാവും. അതുപോലെ തന്നെ പല പരാജയങ്ങൾ, സെറ്റ് ബാക്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓവർ ആയിട്ടുള്ള വർക്ക് ലോഡ് അല്ലെങ്കിൽ പ്രഷറുകൾ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ അസുഖങ്ങളാണ്. ഈ അസുഖങ്ങളെ പ്രോപ്പറായിട്ട് പ്രതിരോധിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫിസിക്കൽ ആൻഡ് മെന്റൽ റെസിലിയൻസ് പവർ കൂട്ടിക്കൊണ്ടുവരണം. ആർക്കാണ് ഇത് ഉണ്ടാവുക? ഒരു എനർജിയുള്ള ബിസിനസ്